ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. തുടരും, റിയാക്ഷനും തുടരും. എന്തായാലും തുടരും സിനിമ OTT വന്നിട്ടുണ്ട്. എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കാണാത്തവരെല്ലാവരും. അതെ, ഇത് എനിക്ക് തോന്നുന്നത് കാണാത്തവർ കുറവായിരിക്കും. അതെ, കണ്ടിട്ടും വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. പിന്നെ OTT ഒന്ന് വരട്ടെ എന്ന് കരുതിയിട്ട് വീട്ടിലിരുന്ന് കാണുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, എല്ലാരും കൂടി ഇരുന്നിട്ട്. ആ ഒരു വൈബ്. എന്തായാലും അങ്ങനെ മൂഡിലാണ് ഇപ്പോൾ വീട്ടുകാരിക്കുന്നത്. രാത്രി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഉറപ്പല്ലേ, അത് അങ്ങനെ ആയിരിക്കും. എന്തായാലും ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ റിയാക്ഷൻ. തുടരും സിനിമയുടെ ഒരു റീക്രിയേഷൻ വീഡിയോ ഉണ്ട്. അത് ചെയ്തിരിക്കുന്നത് കണ്ണൂർ മെഡിക്കൽ കോളേജിലെ പിള്ളേരാണ്. പരിയാരം. അതെ, അത് ഈ ഹൗസ് സർജൻസും പിന്നെ PG ഇവർ തമ്മിലുള്ള ഒരു ഈഗോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മെയിൻ സബ്ജക്റ്റ്. അത് വെച്ചിട്ട് തുടരും സിനിമയായിട്ട് അങ്ങ് സെറ്റാക്കി വെച്ചു, സംയോജിപ്പിച്ചു. അതെ അതെ അതെ. അപ്പോൾ അത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, നമുക്ക് വീഡിയോ കണ്ടിട്ട് അതെ വരാം. ഓക്കെ, അപ്പോൾ ഇനി കുറേ വരും, ഇഷ്ടം പോലെ. പിന്നെ ട്രെൻഡും തുടരും. ഇനി അതിലേക്കാണ്. അതെ, ഓക്കെ, കാണാം. കിളി പോവും, അന്തയാൾക്ക് പോസ്റ്റ് അഡ്മിഷന്റെ കിളി പോവും. അതേ കോസ്റ്റ്യൂമില്ലേ ചേട്ടാ അടുപ്പിച്ചാ തോന്നുന്നു. എന്താണോ ഒരു ലീവ് വേണം ചേട്ടാ. തരൂല ചേട്ടാ, ഒരു വീക്ക് ഓഫ് കിട്ടൂല. ബപ്പുവിന്റെ റോള് ജോർജ് സാറ് പിന്നല്ലേ, ആ പാട്ട് വരുമ്പോഴേ അറിഞ്ഞൂടെ. ഹലോ, ഹലോ, എന്താ മോനെ? സാറേ, പോസ്റ്റ് അഡ്മിഷൻ ഡേ ആണ്. വാർഡിൽ 100-150 പേഷ്യൻ്റ് ഉണ്ട്. ഞാനാണെങ്കിൽ സിംഗിൾ HSും. സാറാണ് കൂടെയുള്ള സാറിന് ലീവും കൊടുത്തു. എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് സാറേ. ഞാൻ 2 ദിവസമായിട്ട് കുളിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. എനിക്ക് ലീവ് വേണം സാറേ. സാറേ, ലീവ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇവൻ രാവിലെ മുതൽ വാർഡിൽ പട്ടി ഷോ കാണിച്ചോണ്ടിരിക്കായിരുന്നു. എടാ ശങ്കരൻ കഴിവേരി, ഒരാളൊരു ദുരന്തം പറയുമ്പോഴാണോടാ തന്നെ. എടാ HS, നീ ഒന്ന് കൂളാവിടാ. നാളെ നമ്മുടെ സാഗറിന്റെ പെങ്ങളുടെ കല്യാണമല്ലടാ. ഞാൻ അതുകൊണ്ടല്ലടാ ലീവ് കൊടുത്തേ. നീ അവിടെ സന്തോഷമുള്ള മുഖം ആലോചിക്കേ. ടെൻഷനായേ, കൂളായേ. ഞാൻ മമ്മൂക്കയുടെ സ്റ്റെപ്പ് ഒന്നിട്ടെ. ഒന്നിട്ട മോനെ, ഒന്നിടറാ. ഒന്നിടറാ. ഓടിവാ കണ്ണ, ചാടിവാ മോനെ. രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. പേഷ്യന്റ് ബെഡിനാണോ കാലുവെക്കുന്നത്? അതിനിത് അമ്പലമൊന്നല്ലല്ലോ. നീ എന്താടാ വള്ളി പിടിക്കണോ? നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ ഞാനും പിടിക്കും. എന്ത്? നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ ഞാനും പിടിക്കും. ഞാൻ പിടിക്കുന്നില്ല. എന്നാ ഞാനും പിടിക്കുന്നില്ല. അർജുനശോകന്റെ കാമിയോ. എന്തിനാ സാറേ എന്നെ ഈ വാർഡിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുന്നത്? നീ ഇന്നലെ ഇട്ട സ്ക്രബ്സ് കഴുകിയോ? എന്തിനാ കഴുകിയേ? ചോര എന്തെങ്കിലും പറ്റിയോ? അതിന്റെ ഫെമറിലിട്ടതാ. പീസിന്റെ പണി നമ്മളാണല്ലോ ചെയ്യുന്നത് സാറേ. കാര്യം പറഞ്ഞു പണി എടുക്കാൻ നമ്മളെ പറ്റത്തില്ല. ഇങ്ങനെയാണെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കും സാറേ. എടാ HS, 10-16 വർഷമായിടാ ഞാൻ പരിഹാരത്ത് വന്നിട്ട്. അതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കതിലൊന്നും ഒരു റിഗ്രറ്റും. 2 മാസം കഴിഞ്ഞ് MD പരീക്ഷയും എഴുതി ഇവിടുന്ന് സർട്ടിഫിക്കറ്റും വാങ്ങി പോകുമ്പോ നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? എന്നെ? അയ്യ, ഞാൻ പരിഹാരത്തേക്ക് വന്നിട്ടുണ്ട്. നിന്റെയൊക്കെ PG ആയിട്ടുണ്ട്. നീ ഇനിയും ഒരുപാട് അറിയാനുണ്ട്. ഇതെന്റെ കോളേജാ. ഇവിടെ ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. പിന്നെ ഇത് ഭീഷണിയൊന്നല്ല, ഇത് ഞങ്ങളുടെ തീരുമാനം. ഹൗസ് സർജൻസിനെ ചൊറിഞ്ഞ
ഒരുത്തനും ചോദിക്കാൻ വരില്ല. വെറുവേണ്ട, അവൻ കണ്ടിപ്പോ വെറുതെ. കൊട്ടിക്കൊന്ന് ദൈവമേ, ഒടുവിൽ പുളി നടന്നു. പുളിയും ഒക്കെ ഹലോ, നിന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേക്ക് ഒറ്റയാൻ വീണ്ടും വാർഡ് കയറി. എടാ HSA, എവിടെയാടാ നീ? എന്നെ തേടി ഇറങ്ങി. മര്യാദയ്ക്ക് ഒന്ന് നീ ഡിസ്ചാർജ് ചെയ്തോ, ഇല്ലേ കളി മാറുവേ. പേജീസിനെയാ നീ തൊട്ടെ, വെച്ചേക്കില്ല നിന്നെ കേട്ടാ. പ്ലീസല്ല ഹബീസാറെ, ആദ്യം തൊട്ടത്. നിങ്ങൾ ഈ കളി എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ ഞാനും തുടങ്ങി. കോൺവെക്കേഷൻ അധികം ദൂരമൊന്നുമില്ല ഹബീസാറെ. കളി മാറുക. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. അതെത്തില്ല, അതങ്ങോട്ടെത്തൂല. മുരുക ഇത് തന്നെയാണ്. തുടങ്ങും. തുടങ്ങും തുടരുന്നല്ല, തുടങ്ങും. ഓക്കെ, കൊള്ളാം. നൈസ് വൺ. സംഭവം ആ ഒരു അവർ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അത് ഇതിനോട് ചേർത്ത് വെച്ച് ആ രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് തന്നെ ഒരുക്കണം. അതിന്റെ ഡയലോഗുകളാണെങ്കിലും ഒക്കെ എന്നാൽ മറ്റേതുമായിട്ട് കുറെ സാമ്യമുള്ളതും അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണല്ലോ പറയുന്നത്. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വർക്ക് ചെയ്യണം തന്നെ. പിന്നെ നല്ല രീതിയിലുള്ള സിനിമാറ്റോഗ്രാഫിയാണ്, ചെയ്തിരിക്കുന്നത് രീതിയിലുള്ള അഭിനയമാണ്. പിന്നെ വേറെ കാര്യം പറയാനുണ്ട്, ഇവര് ഡോക്ടേഴ്സാ, സിനിമ പിടിക്കുന്നവരല്ല. ഒരു ചെറിയ മെസ്സേജ് കൂടി തരാറുണ്ട്. അതെ, ഡോക്ടേഴ്സ് ആകാൻ വിട്ട് കഴിഞ്ഞാലേ ഡോക്ടർമാരാവണം, അല്ലാതെ പോയി സിനിമ പിടിക്കരുത്. പറഞ്ഞില്ലാന്ന് വേണ്ട, അവിടെ സിനിമ ഭ്രാന്തമായിട്ട് നടക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. അതാണ് അവിടെ അവർക്ക് ജോലി പോകുന്ന മാത്രല്ല, മറ്റുള്ള രോഗികൾക്ക് ആരും ഇല്ലാണ്ടായി പോകൂലേ, അത് ചിന്തിക്കണ്ടേ? അതല്ലേ ആദ്യം ചിന്തിക്കേണ്ടത്. പിന്നെ എന്താ എനിക്ക് തോന്നിയത്, അതായത് ചില സമയങ്ങളിൽ ഈ ഡയലോഗ് അപ്പുറത്ത് വരുമ്പോൾ നമ്മൾ ഒരു ഷോട്ട് ഇതിൻ്റെ ഇടയിലിടും ചില സമയങ്ങളിൽ. അതിന് കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുണ്ട്. ചില സിഗരറ്റിൻ്റെ ഷോട്ടിനായാലും അല്ലെങ്കിൽ മറ്റുള്ളവരിങ്ങനെ നിൽക്കുന്നതിൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലായിരുന്നു. അതൊന്ന് ട്രിം ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായേനെ. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ നല്ല രസമുണ്ട്, നല്ല രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും കണ്ടന്റും അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരുപാട് കണ്ടന്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി പല ഇടങ്ങളിലും അവരുടെ മെയിൻ പ്രശ്നങ്ങൾ ഇതുപോലെ റീക്രിയേറ്റ് ചെയ്ത് വരാൻ സാധ്യത കാണുന്നു. അല്ലെങ്കിൽ സെയിം റീക്രിയേഷൻ തന്നെ വന്നേക്കാം, തുടരുന്ന സിനിമേന്റെ തന്നെ. അത് ആ രീതിയിൽ തന്നെ ചെയ്തിട്ട് തന്നെ. എന്താണെങ്കിലും കിട്ടുന്ന സംഭവങ്ങൾ വരുമ്പോൾ അയച്ചു തരണം കേട്ടോ, നോക്കാം നമുക്ക്. നല്ലതായിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.